0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 43-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഇത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ നല്ല റിട്ടേൺ ലഭിക്കുന്ന പക്ഷേ പ്യുവർ ഇക്വിറ്റി ഫണ്ടിനേക്കാൾ സുരക്ഷിതമായ ഒരു മ്യൂച്വൽ ഫണ്ട് വിഭാഗമാണ്. കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു മിക്സഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൽ ഏകദേശം 75 മുതൽ 90% വരെ പണം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന് ബോണ്ടുകൾ, സർക്കാർ സെക്യൂരിറ്റികൾ തുടങ്ങിയവ. ബാക്കി 10 മുതൽ 25% വരെ പണം ഇക്വിറ്റിയിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അതിനാൽ ഇത് സ്ഥിരതയും വളർച്ചയും ഒരുമിച്ച് നൽകുന്നൊരു നിക്ഷേപ മാർഗമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 6% വരെ റിട്ടേൺ ലഭിക്കാം. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടിൽ മാർക്കറ്റ് സ്ഥിതിഗതികൾക്കനുസരിച്ച് 8 മുതൽ 11% വരെ റിട്ടേൺ ലഭിക്കാം. എങ്കിലും കുറച്ച് മാർക്കറ്റ് റിസ്ക് ഉണ്ടാവും, പക്ഷേ പ്യുവർ ഇക്വിറ്റി ഫണ്ടുകളേക്കാൾ വളരെ കുറവായിരിക്കും. ഇതിലെ ഡെപ്റ്റ് ഭാഗം നിങ്ങളെ സ്ഥിരമായ വരുമാനത്തിലേക്ക് നയിക്കുന്നു. അതേസമയം ഇക്വിറ്റി ഭാഗം മാർക്കറ്റ് ഉയർന്നാൽ നിങ്ങളുടെ നിക്ഷേപം കൂടുതൽ വളരാൻ സഹായിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയി നിലനിൽക്കും. അത്രയും റിസ്ക്കുമല്ല, എന്നാൽ അത്രയും മോശം റിട്ടേണും അല്ല. പുതിയ നിക്ഷേപകർ, അതായത് മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, റിട്ടയർമെൻറ്റിന് സമീപമുള്ളവർ, അതുപോലെ തന്നെ FDനേക്കാൾ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർ, എന്നാൽ ഇക്വിറ്റിയേക്കാൾ കൂടുതൽ സുരക്ഷ തേടുന്നവർ, ഇവർക്കൊക്കെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് അനുയോജ്യമായിരിക്കും. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ പ്യുവർ ഇക്വിറ്റി ഫണ്ടിനേക്കാൾ റിസ്ക് കുറവാണ് എന്നതും, ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഉയർന്ന റിട്ടേൺ സാധ്യത, ഡെപ്റ്റും ഇക്വിറ്റിയും ഒരുമിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ. എന്നാൽ ശ്രദ്ധിക്കുക, റിട്ടേൺസ് ഗ്യാരണ്ടീഡ് അല്ല. ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ ഡെപ്റ്റ് ഭാഗത്ത് സ്വാധീനമുണ്ടാകും. ഷോർട്ട് ടേം മാർക്കറ്റ് ചലനങ്ങൾ ഇക്വിറ്റിയെ ബാധിക്കാം. അതിനാൽ കുറഞ്ഞത് 2 മുതൽ 3 വർഷം വരെ നിക്ഷേപിക്കുമ്പോൾ മാത്രമേ മികച്ച ഫലം ലഭിക്കൂ. അതോടൊപ്പം തന്നെ 1 വർഷത്തിന് മുന്നേ റെഡീം ഓർ വിഡ്രോ ചെയ്താൽ ഭൂരിഭാഗം ഫണ്ട്സും എക്സിറ്റ് ലോഡായി 1% ഫീസ് ഈടാക്കാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ഒരു ബാലൻസ്ഡ് നിക്ഷേപ മാർഗമാണ്. സുരക്ഷയും വളർച്ചയും ഒരുമിച്ച് തേടുന്നവർക്കായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 43-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 42 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 27 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 27 ദിവസത്തെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 27 6750 രൂപ. അതോടൊപ്പം 15 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 13 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 13 3250 രൂപ. 2 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. ആകെ 10,500 രൂപ നിക്ഷേപിച്ചതിൽ 10,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു, 500 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 43-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു.
44-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.